ഗസ വെടിനിർത്തൽ കരാറിന്റെ ചട്ടക്കൂടിന് അന്തിമരൂപമായെന്നും വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് ഭിന്നതയെന്നും അമേരിക്ക. വാഷിംഗ്ടണിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ജോ ബൈഡൻ കരാറിൽ ഉടൻ ഒപ്പുവെക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഖാൻ യൂനിസ് ഉൾപ്പെടെ ഗസയിൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ്. ഹിസ്ബുള്ളയുമായി തുറന്ന യുദ്ധം അരുതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലന്റിനോട് ആവശ്യപ്പെട്ടു. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, ഈ ചട്ടക്കൂടിന് അന്തിമ രൂപമായി എന്നും ഒപ്പം വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് ഭിന്നതയെന്നും അമേരിക്ക പറയുന്നതിൽ എത്ര കണ്ട് വാസ്തവമുണ്ട്? അമേരിക്കയുടെ ആവശ്യമനുസരിച്ച് നെതന്യാഹു ഈ കരാറിൽ ഒപ്പുവെക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എത്ര കണ്ട് പ്രതീക്ഷയുണ്ട് ഈ അടുത്തെങ്കിലും ഗസ വെടിനിർത്തൽ കരാറിൽ? സൈഫുദ്ദീൻ, ആ പ്രതീക്ഷ ലോകം ഒന്നാകെ കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അല്പം മുമ്പാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിൽ ജോ ബൈഡനും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ഏത് നിലക്ക് മുന്നോട്ട് പോകുമെന്നാണ് ലോകം ഇപ്പോൾ താല്പര്യപൂർവ്വം തന്നെ ഉറ്റുനോക്കുന്നത്. കാരണം ഇന്നലെ രാത്രി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഘട്ടത്തിൽ ഹമാസിനെ പൂർണ്ണമായിട്ടും തുരത്തുന്നതുവരെ യുദ്ധം തുടരും, ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സംബന്ധിച്ച യാതൊരു സൂചനയും നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മറിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് താൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇറാൻ, ഹൂത്തികൾ, ഹിസ്ബുല്ല ഉൾപ്പെടെയുള്ള ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നത് അമേരിക്കൻ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അമേരിക്കയുടെ സുരക്ഷ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ് തൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ നടത്തുന്നത് എന്ന അർത്ഥത്തിലാണ് ആ പ്രതികരണമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ കൂടിക്കാഴ്ച, ജോ ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള ഈ ചർച്ച ഏത് ദിശയിൽ മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ദോഹയിലേക്ക് ഇനി സംഘത്തെ അയക്കുമോ, അല്ലെങ്കിൽ ആ അയക്കുന്ന സംഘം തന്നെ നേരത്തെ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച അവസാനിക്കുന്ന ഒരു സമയത്ത് മാത്രമായിരിക്കും. തുടർന്ന് കമല ഹാരിസ് വൈസ് പ്രസിഡന്റുമായിട്ടും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. തുടർന്നാണ് നാളെ ആയിരിക്കും മിക്കവാറും ഡൊണാൾഡ് ട്രംപുമായിട്ടും ചർച്ച നടത്തുക. അമേരിക്കൻ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും ആയുധ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് യാതൊരു തടസ്സവും കൂടാതെ തുടരണം എന്നൊരാവശ്യം കൂടിയാണ് അമേരിക്കൻ നേതൃത്വത്തിന് മുമ്പാകെ പ്രധാനമായിട്ടും നെതന്യാഹു ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാനെതിരായിട്ടുള്ള നീക്കം അമേരിക്ക കുറെ കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള കരാർ, ആ കരാറിൻ്റെ കാര്യത്തിലും അമേരിക്ക കുറെ കൂടി താല്പര്യമെടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നെതന്യാഹു പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ജോ ബൈഡൻ ഏത് അർത്ഥത്തിലുള്ള ഒരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഏതർത്ഥത്തിൽ ഈ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ വെടിനിർത്തൽ പ്രതീക്ഷകൾ ലോകത്തിന് വലിയ തോതിൽ നൽകുകയും അവസാന നിമിഷത്തിൽ അത് അട്ടിമറിക്കപ്പെടുന്ന ഒരു സമീപനമാണ് നെതന്യാഹു നേരത്തെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ നെതന്യാഹുവിന് പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജോ ബൈഡൻ അനുവദിക്കുമോ, അതല്ല ഈ പുതിയ ഇലക്ഷൻ്റെ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിൽ മാത്രമായിരിക്കുമോ ബൈഡന്റെ സമീപനം എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും അടുത്ത മണിക്കൂറുകൾ നിർണായകമായിരിക്കും. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ ലോകത്തോട് എന്ത് പറയുന്നു, നെതന്യാഹു അതിനോട് ഏത് പ്രതികരണം നടത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും 10 മാസത്തിൽ എത്തി നിൽക്കുന്ന അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ്. ബൈഡൻ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ഈ കരാറിൽ നെതന്യാഹുവിന് താല്പര്യമുണ്ടാകുമോ എന്നതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതേസമയം ഗസയിലേക്ക് കൂടി നമ്മൾ കണ്ണു തിരിക്കേണ്ടതുണ്ട്. MCA, എന്താണ് ഗസയിലെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? ഖാൻ യൂനിസിലെ കൂട്ടക്കൊലയിൽ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ആക്രമണം എങ്ങനെ തുടരുന്നുണ്ട് അവിടെ? സൈഫുദ്ദീൻ, വ്യാപകമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇന്നും. പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടവരുടെ സംഖ്യ 40-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, പല മൃതദേഹങ്ങളും പുതുതായിട്ട് കണ്ടെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഗസയിലെ വിവിധ ആശുപത്രികളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാൻ യൂനിസിൽ തന്നെയാണ് പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും സൈന്യം ആക്രമണം പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ ഖാൻ യൂനിസിൽ നിന്ന് മാത്രം അഭയാർത്ഥികളായിട്ട് മാറിയിട്ടുണ്ട്. അവരെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായിട്ടുള്ള
ഇടം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെടും എന്നൊരവസ്ഥയിലാണ് ഈ താൽക്കാലിക ടെന്റുകളിലും മറ്റുമായിട്ട് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അതുമാത്രമല്ല സഹായം എത്തിക്കാനുള്ള സംവിധാനവും ഈ ആക്രമണം മൂലം നിലച്ചിരിക്കുകയാണ്. കാരണം കൻ യൂണിസിലേക്ക് സഹായം എത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ പകർച്ചവ്യാധി ഒരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ പട്ടിണി അതിൻ്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ പോലും അമേരിക്കയുടെയോ അല്ലെങ്കിൽ മറ്റ് വൻശക്തി രാജ്യങ്ങളുടെയോ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് സഹായം ലഭ്യമാക്കാനുള്ള ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ ബൈഡനും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായി തന്നെ ഈ ഗസയിലേക്കുള്ള സഹായം എന്നത് ഒരു അജണ്ടയായിട്ട് ഉൾപ്പെടുത്തിയതായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ആന്റണി ബ്ലിങ്കൻ. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലെ ഒരു പുരോഗതിയും ഏതർത്ഥത്തിലുള്ള സഹായമായിരിക്കും ലഭ്യമാവുക, അത് ഏത് സമയത്ത് പിന്നെ ഗസയിലെ നിവാസികൾക്ക് ലഭ്യമാകും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കും ഒരുപക്ഷെ തൃപ്തികരമായിട്ടൊരു ഉത്തരം ലഭിക്കുന്നത് ഈ പിന്നെ ചർച്ചയ്ക്ക് അവസാനം മാത്രമായിരിക്കും. ഏതായാലും ആക്രമണത്തിൽ യാതൊരു കുറവുമില്ല. അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും വലിയ തോതിൽ പിന്നെ വ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ നേരിൽ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. ഒരു നിലയ്ക്കും ഈ യുദ്ധം വികസിപ്പിക്കാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം അരുത് എന്നൊരു നിർദ്ദേശമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നൽകിയിരിക്കുന്നതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈഫുദ്ദീൻ. ശരി, MCA നാസ്രാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.